കേരള PSC 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് ഒരുപോലെ ഉപയോഗപ്രദമാകുന്ന ക്ലാസ്സുകളാണ്. ഇന്നത്തെ ക്ലാസ് ആധുനിക ഇന്ത്യ ചരിത്രത്തിലെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ആദ്യത്തെ ക്ലാസ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ളതായിരുന്നു. അത് ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ കാണുക. ഇന്നത്തെ ക്ലാസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്നത്തെ ടോപ്പിക്ക്. ക്ലാസ്സുകളുടെ നോട്ട്സുകൾക്കായി ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. തുടർന്നുള്ള ക്ലാസ്സുകൾ കാണുന്നതിനായി ചാനൽ ഫോളോ ചെയ്യുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനിത് ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇൻട്രൊഡക്ഷനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നിങ്ങളത് കേട്ടിരുന്നാൽ മതി. കോൺഗ്രസിൻ്റെ രൂപീകരണ ചരിത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്നതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നിലവിൽ ഈ രാഷ്ട്രീയ പാർട്ടികളിൽ, ഇന്ത്യയിലുള്ള ഈ രാഷ്ട്രീയ പാർട്ടികളിൽ ഏറ്റവും പഴക്കം ചെന്നതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 1837 രൂപീകൃതമായ ലാൻഡ് ലോഡേഴ്സ് അസോസിയേഷനും 1843 രൂപീകൃതമായ ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യൻ സൊസൈറ്റിയും ചേർന്ന് 1851 ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ രൂപീകൃതമായി. ബോംബെ അസോസിയേഷനും മദ്രാസ് നേറ്റീവ് അസോസിയേഷനും 1852 രൂപീകൃതമായി. 1876 സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദമോഹൻ ബോസും ചേർന്ന് കൊൽക്കത്തയിൽ സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ 1876 സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദമോഹൻ ബോസും ചേർന്ന് കൊൽക്കത്തയിൽ സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ സമൂഹത്തിൽ പ്രബലരായ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും ഒരു സമ്മേളനം വിളിച്ചു ചേർത്തു. സമൂഹത്തിൽ അന്ന് നിലനിന്നിരുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ചയായിരുന്നു ആ സമ്മേളനത്തിൻ്റെ ഉദ്ദേശം. ഈ സമ്മേളനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തിനുള്ള മുന്നൊരുക്കമാണ്. അതായത് ഞാനിപ്പോൾ പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. അത് രൂപപ്പെടാനുള്ള സാഹചര്യം, അത് രൂപപ്പെട്ട രീതി, അതൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. 1884 എവു ഹ്യൂം സ്ഥാപിച്ച നാഷണൽ കോൺഫറൻസും ഇന്ത്യൻ നാഷണൽ യൂണിയനും ചേർന്ന് 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സായി മാറി. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സായി മാറിയത് 1885 ഏതൊക്കെ ചേർന്നാണ്? 1884 എവു ഹ്യൂം സ്ഥാപിച്ച നാഷണൽ കോൺഫറൻസും ഇന്ത്യൻ നാഷണൽ യൂണിയനും കൂടി ചേർന്നാണ് ഈ 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സായി മാറിയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം പൂനെയിൽ വെച്ച് നടത്താനാണ് ആദ്യം തീരുമാനിച്ചിരുന്നത്. പക്ഷേ ആ സമയത്ത് ആ പ്രദേശത്ത് പ്ലേഗ് എന്ന് പറയുന്ന രോഗം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു, അവിടെ വെച്ച് ഈ പറഞ്ഞ ആദ്യ സമ്മേളനം നടത്താൻ സാധിച്ചില്ല. മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്നത്. അങ്ങനെ 1885 ഡിസംബർ 28 WC ബാനർജി, ഉമേഷ് ചന്ദ്ര ബാനർജി, അതാണ് WC ബാനർജി, പ്രസിഡൻ്റായും അലൻ ഒക്ടോവിയൻ ഹ്യൂം AO ഹ്യൂം ജനറൽ സെക്രട്ടറിയായും ആദ്യ സമ്മേളനം നടന്നു. അപ്പോൾ ആരായിരുന്നു ആദ്യ പ്രസിഡൻ്റ് എന്ന് പറയുന്നത്? WC ബാനർജി. WC അതിൻ്റെ ഫുൾ നെയിമാണ് ഉമേഷ് ചന്ദ്ര ബാനർജി, പ്രസിഡൻ്റായും അലൻ ഒക്ടോവിയൻ ഹ്യൂം AO ഹ്യൂം സെക്രട്ടറിയായും ആദ്യ സമ്മേളനം നടന്നു. AO ഹ്യൂം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചതിൻ്റെ പ്രധാന ഉദ്ദേശം ഇന്ത്യയിലെ വിദ്യാസമ്പന്നരായ ആളുകളുടെ ഇടയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഉയർന്നു വരുന്ന അമർഷം ഒരു സംഘടനയിലൂടെ തടയുക എന്നതായിരുന്നു. ഇതായിരുന്നു AO ഹ്യൂം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചതിൻ്റെ പ്രധാന ലക്ഷ്യമായി പറയുന്നത്. ഈ ലക്ഷ്യത്തെ സുരക്ഷാ വൽവ് സിദ്ധാന്തം എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഇന്ത്യയിലെ വിദ്യാസമ്പന്നരായ ആളുകളുടെ ഇടയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഉയർന്നു വരുന്ന അമർഷം ഒരു സംഘടനയിലൂടെ തടയുക, ഇതിനെ സുരക്ഷാ വൽവ് സിദ്ധാന്തം എന്നും അറിയപ്പെടുന്നു. ഇതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് ഒരു ആമുഖമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ, അതായത് ഇനിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. അത് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, ഞാനിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് 1885 ഡിസംബർ 28 മുതൽ 31 വരെ മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ. ഞാൻ പറഞ്ഞു നേരത്തെ, ഇത് ആദ്യം എവിടെയായിരുന്നു? ഇവിടെ പൂനെയിൽ വെച്ചാണ് നടത്താൻ തീരുമാനിച്ചിരുന്നത്. ആ സമയത്ത് ആ പ്രദേശത്ത് പ്ലേഗ് രോഗബാധ
പടർന്നു പിടിച്ചതുകൊണ്ടാണ് അവിടെ വെച്ച് നടത്താതെ മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ച് ആദ്യ സമ്മേളനം നടന്നത്. അതിൻ്റെ ആദ്യ പ്രസിഡന്റ് WC ബാനർജി 1885 2 തവണ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വ്യക്തി കൂടിയാണ് WC ബാനർജി 1885 1892. ആദ്യ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് A.O. ഹ്യൂമാണ് 1885. തുടർച്ചയായി 2 തവണ പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ് റാഷ് ബിഹാരി ഘോഷ് 1907 1908. ഈ INCയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം എന്ന് പറയുന്നത് 72 പേരാണ്. 72 പേരാണ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത്. INCയുടെ ആദ്യ സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചത് G. സുബ്രഹ്മണ്യ അയ്യരാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെടുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ഡഫറിൻ പ്രഭു ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെടുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എന്ന് പറയുന്നത് ദാദാഭായ് നവറോജിയാണ്. 1906 അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ വയസ്സെന്ന് പറയുന്നത് 81 81ാമത്തെ വയസ്സിലായിരുന്നു. ഇനി 3 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ വ്യക്തിയും ദാദാഭായ് നവറോജിയാണ്. എന്നൊക്കെയായിരുന്നു 1886 1893 1906. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്ന ആദ്യ തെക്കേ ഇന്ത്യൻ നഗരം എന്ന് പറയുന്നത് ചെന്നൈ ആണ് കേട്ടോ. അത് ഓർത്തിരിക്കുക. 1887. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ മുസ്ലിം ബദറുദ്ദീൻ തയാബ്ജി 1887. കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന് അന്തരിച്ച ആദ്യ വ്യക്തിയും ബദറുദ്ദീൻ തയാബ്ജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു 1925 കാൺപൂർ സമ്മേളനത്തിലാണ്. ഈ ദേശീയ സ്വാതന്ത്ര്യ പ്രമേയം ആദ്യമായി അവതരിപ്പിച്ചത് 1927 ചെന്നൈ സമ്മേളനത്തിലായിരുന്നു കേട്ടോ. ദേശീയ സ്വാതന്ത്ര്യ പ്രമേയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് 1927 ചെന്നൈ സമ്മേളനത്തിൽ. ജവഹർലാൽ നെഹ്റു പ്രസിഡന്റായ ആദ്യ സമ്മേളനം 1929 ലാഹോർ സമ്മേളനം. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം കോൺഗ്രസ് നടത്തിയ സമ്മേളനം അത് നടന്ന വർഷം 1929 ഇവിടെയാണ് ലാഹോർ. ഈ ലാഹോറിലാണ് ഈ ജവഹർലാൽ നെഹ്റു പ്രസിഡന്റായ ആദ്യ സമ്മേളനത്തിലാണ് ഈ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനവും നടന്നത്. നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചതും ഈ 1929 ലാഹോർ സമ്മേളനത്തിലാണ്. കോൺഗ്രസ് സമ്മേളനം നടന്ന ആദ്യ ഗ്രാമം ഫൈസ്പൂർ ആണ് 1936. ആദ്യ ഗ്രാമം എന്ന് പറയുന്നത് ഫൈസ്പൂർ. സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആകുന്നതും 1938 ഹരിപുര സമ്മേളനത്തിലാണ്. ഇതിൻ്റെ എല്ലാ നോട്ട്സ് ഞാൻ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ക്ലാസ് കണ്ടതിന് ശേഷം ആ നോട്ട്സും കൂടെ വായിക്കുക. അതുകൊണ്ട് ഇതിലെ ക്ലാസ്സിൻ്റെ കൂട്ടത്തിൽ നോട്ട്സ് എഴുതിയെടുക്കാൻ നിൽക്കേണ്ട. ഇനി നോട്ട്സിൽ അങ്ങനെ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നോട്ട്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ മറ്റു കാര്യങ്ങളിലുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിങ്ങൾ നോട്ട്സ് കൂടെ എഴുതി നിങ്ങൾ സമയം ബുദ്ധിമുട്ടണ്ട. നിങ്ങൾ ഈ ക്ലാസ്സുകൾ കണ്ടാൽ മതി. ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾ നോട്ട്സും കൂടെ നിങ്ങളത് PDF രൂപത്തിലാണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് നോട്ട്സ് അല്ലാതെ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആകുന്നത് 1938 ഹരിപുര സമ്മേളനത്തിലാണ്. INC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്നത് 1939 ത്രിപുരി സമ്മേളനത്തിലാണ്. അങ്ങനെ കോൺഗ്രസിൻ്റെ ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായത് സുഭാഷ് ചന്ദ്രബോസാണ്. 1939 ഈ ത്രിപുരി സമ്മേളനം, ഈ 1939 ത്രിപുരി സമ്മേളനത്തിലാണ് ഈ തിരഞ്ഞെടുപ്പ് രീതിയിൽ INC പ്രസിഡന്റ് സ്ഥാനമൊക്കെ തീരുമാനിച്ചത്. അങ്ങനെ ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ടത് സുഭാഷ് ചന്ദ്രബോസാണ്. ഈ 1939 ത്രിപുരി സമ്മേളനത്തിൽ ബോസ് ഗാന്ധിജിയുടെ പ്രതിനിധിയായിരുന്ന പട്ടാഭി സീതാരാമയ്യയാണ് പരാജയപ്പെടുത്തിയത് കേട്ടോ. 1942 കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത് മുംബൈയിൽ മൗലാന ആസാദിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രത്യേക സമ്മേളനത്തിൽ വെച്ചാണ്. സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് സമ്മേളനങ്ങൾ നടന്നത് കൊൽക്കത്തയിലും സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ സമ്മേളനങ്ങൾ നടന്നത് ഡൽഹിയിലുമാണ്. ഇനി ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന വ്യക്തി എന്ന് പറയുന്നത് സോണിയാഗാന്ധിയാണ്. 1998 മുതൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിരുന്നു. ഇനി ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ കോൺഗ്രസ് സമ്മേളനം 1946 മീററ്റിൽ വെച്ചായിരുന്നു. സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത് മൗലാന ആസാദാണ്. 1940 മുതൽ 1946 വരെ തുടർച്ചയായിട്ട് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്നതാണ്.
ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് JB കൃപലാനി ആയിരുന്നു. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം കോൺഗ്രസ് പ്രസിഡന്റാകുന്ന ആദ്യ വനിതയാണ് ഇന്ദിരാഗാന്ധി. അത് ശ്രദ്ധിച്ചോളാം. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമാണ് കേട്ടോ. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം കോൺഗ്രസ് പ്രസിഡന്റാകുന്ന ആദ്യ വനിതയാണ് ഇന്ദിരാഗാന്ധി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡുവാണ്. അത് 1925 കാൺപൂർ സമ്മേളനത്തിലാണ്. ഇത് സ്വാതന്ത്ര്യത്തിന് ശേഷമാകുമ്പോൾ 1959 1959 ഇന്ദിരാഗാന്ധി പ്രസിഡന്റാകുന്നത്. ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, PV നരസിംഹറാവു എന്നിവർ കോൺഗ്രസ് പ്രസിഡന്റ് പദവും ഇന്ത്യൻ പ്രധാനമന്ത്രി പദവിയും അലങ്കരിച്ചവരാണ്. ഈ രണ്ട് പദവിയും അലങ്കരിച്ചവരാണ് ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, PV നരസിംഹറാവു. ഏതൊക്കെയാണ്? കോൺഗ്രസ് പ്രസിഡന്റ് പദവിയും ഇന്ത്യൻ പ്രധാനമന്ത്രി പദവിയും അലങ്കരിച്ചവരാണ്. ഇനി അതുപോലെ തന്നെ രാജേന്ദ്ര പ്രസാദ്, നീലം സഞ്ജീവ റെഡ്ഡി, ശങ്കർ ദയാൽ ശർമ്മ എന്നിവർ ഇന്ത്യൻ രാഷ്ട്രപതി പദവിയും കോൺഗ്രസ് പ്രസിഡന്റ് പദവിയും അലങ്കരിച്ച വ്യക്തികളാണ്. നേരത്തെ പറഞ്ഞ ആരൊക്കെയാണ്? കോൺഗ്രസ് പ്രസിഡന്റ് പദവിയും ഇന്ത്യൻ പ്രധാനമന്ത്രി പദവിയും അലങ്കരിച്ചവരാണ് ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, PV നരസിംഹറാവു. ഇവിടെ ഇന്ത്യൻ രാഷ്ട്രപതി പദവിയും കോൺഗ്രസ് പ്രസിഡന്റ് പദവിയും അലങ്കരിച്ചത് ആരൊക്കെയായിരുന്നു? രാജേന്ദ്ര പ്രസാദ്, നീലം സഞ്ജീവ റെഡ്ഡി, ശങ്കർ ദയാൽ ശർമ്മ. ഇനി അതുപോലെ ഓർക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഒരു കുടുംബത്തിൽ നിന്നും കോൺഗ്രസ് പ്രസിഡന്റ് പദത്തിലെത്തിയ 4 തലമുറയുണ്ട്. അതാരൊക്കെയാണെന്നറിയാവോ? മോത്തിലാൽ നെഹ്റു, ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി. അതാണ് ഒരു കുടുംബത്തിൽ നിന്നും കോൺഗ്രസ് പ്രസിഡന്റ് പദത്തിലെത്തിയ 4 തലമുറ. ഇനി കോൺഗ്രസ് പ്രസിഡന്റ് പദവി വഹിച്ച ദമ്പതിമാരാണ് രാജീവ് ഗാന്ധിയും സോണിയാഗാന്ധിയും. ഇനി അടുത്തടുത്ത വർഷങ്ങൾ കോൺഗ്രസ് പ്രസിഡന്റായ അച്ഛനും മകനും ഉണ്ട്. അതാരൊക്കെയാണെന്നറിയാവോ? മോത്തിലാൽ നെഹ്റുവും ജവഹർലാൽ നെഹ്റുവും. മോത്തിലാൽ നെഹ്റു 1928 ജവഹർലാൽ നെഹ്റു 1929. ഇതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും ഇങ്ങനെ ഇതിലും ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് പറയാനുണ്ട്. പക്ഷേ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് നോക്കിയാൽ മതി. നമുക്ക് ഒരുപാടങ്ങ് വാരി വലിച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം വേണ്ട എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ കാണുക, നോട്ട്സുകൾ ആയിട്ട് ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യുക, നോട്ട്സുകളെല്ലാം നോക്കി പഠിക്കുക. ഇനി അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് ഉടൻ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. തുടർന്നുള്ള ക്ലാസ്സുകൾക്കായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. ഉപകാരപ്രദമാകുന്നെങ്കിൽ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.